നെക്സ്റ്റ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എന്നുള്ളത് ഇംപ്ലിസിറ്റ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ, അതായത് നമുക്കിപ്പം സെഡ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് കാണാൻ എളുപ്പമാണ്. അതേസമയം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇങ്ങനെ കാണും. അതാണ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് മറ്റേ എക്സ്പ്ലിസിറ്റ് ആണ്, വേറെ തന്നെ. സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഡോ സെഡ് ബൈ ഡോ എക്സ് വരെ ഡോ സെഡ് ബൈ ഡോ വൈ കാണാം. അതേ സെഡ് ഇതിന് ഉള്ളിലായിട്ട് വരികയാണ്, ഇതിന് ഇടയിലായിട്ട് വരിക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, സെഡ് ഒറ്റയ്ക്കല്ല. അങ്ങനെ ഈക്വൽ ടു 1 വന്നാൽ ഡോ സെഡ് ബൈ ഡോ എക്സ് അങ്ങനെ കാണാം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്ലിസിറ്റ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എങ്ങനെ പോസിബിൾ ആണെന്നുള്ളത് അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ സ്ലോപ്പ് കാണണം എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന രൂപത്തിൽ എഴുതണം. സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതിയാൽ എഫ് വൈ അല്ലെ എഫ് എക്സ് ഒക്കെയാണ് സ്ലോപ്പ് പറയുന്നത്. വൈ ഡയറക്ഷനിലെ സ്ലോപ്പ് അല്ല എക്സ് ഡയറക്ഷനിലെ സ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എഫ് വൈ അവിടെ വേണ്ട, ഇൻ ദ വൈ ഡയറക്ഷൻ. പിന്നെ സ്ലോപ്പ് ഓഫ് ദി സ്പിയർ, ഇതൊരു സർഫസ് ആണ്, സ്പിയർ ആണല്ലോ. അതിന് ഇൻ ദ വൈ ഡയറക്ഷൻ അറ്റ് പോയിന്റ്, ഈ പോയിന്റിൽ കാണണം, അല്ലെങ്കിൽ ഈ പോയിന്റിൽ കാണണം. ഈ രണ്ട് പോയിന്റിലും സ്ലോപ്പ് കാണണം, വൈ ഡയറക്ഷനിലെ സ്ലോപ്പ് കാണണം. അപ്പോൾ സ്ലോപ്പ് ഇൻ ദ വൈ ഡയറക്ഷൻ പറഞ്ഞാൽ എഫ് ഐ ആണ് കാണേണ്ടത്. അപ്പോൾ തന്നുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇങ്ങോട്ട് വേണ്ടുന്ന. അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ പിന്നെ സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ തന്നിട്ടില്ല, എഫ് ഐ ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇതിൻ്റെ രണ്ട് സൈഡും. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ എക്സ് സ്ക്വയറിൽ വൈ ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആയി വിചാരിക്കുക 0, വൈ സ്ക്വയറിൻ്റെ 2y ആണ്. സെഡ് സ്ക്വയറിന് 2z എന്ന് എഴുതിയാൽ പോരാ, സെഡിനുള്ളിൽ വൈ ഉണ്ട്. കാരണം സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്നാണ് പറയുക നമ്മൾ. സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്നാണ് പറയുക, അല്ലേ? അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ സെഡിനുള്ളിൽ എന്തുണ്ട്? വൈ ഉണ്ട്. അതുകൊണ്ട് സെഡ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാൻ പാടില്ല. സെഡ് സ്ക്വയറിനെ 2z എഴുതുക, ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് എഴുതണം. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ ആണ് ശരിക്കും എന്ത് ഈ പറഞ്ഞ എഫ് വൈ എന്ന് പറയുന്നത്. എഫ് ഐ എന്ന് പറയുന്നത് അതാണ്, മനസ്സിലല്ലേ? അപ്പോൾ എഫ് ഐ അല്ലെങ്കിൽ സെഡ് വൈ എന്നൊക്കെ പറഞ്ഞതാണ് സംഭവം, സെഡ് വൈ. അപ്പോൾ അതുകൊണ്ട് ഈ സെഡിനുള്ളിൽ ഫംഗ്ഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം, എക്സും വൈയും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം, എന്നാലത് ക്ലിയർ ആവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ തന്നെ നോട്ട് ചെയ്യാം. ഹിയർ വേർ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എഴുതാം, വേർ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ ഈ നമ്മൾ എഫ് ഐ ആണല്ലോ നമുക്ക് വേണ്ട, അപ്പോൾ സെഡ് വൈ കണ്ടാൽ മതി, അല്ലേ? ദെർഫോർ എഫ് ഐ എന്ന് പറഞ്ഞാൽ സെഡ് വൈ ആണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഡോ സെഡ് ബൈ ഡോ വൈ. ഡോ സെഡ് ബൈ ഡോ വൈ ആണ് ഉദ്ദേശിച്ചത് നമ്മുടെ. അതുകൊണ്ട് ഡോ സെഡ് ബൈ ഡോ വൈ ആണ് നമുക്ക് കാണേണ്ടത് ശരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സെഡ് സ്ക്വയർ കോൺസ്റ്റൻറ്റ്, എക്സ് സ്ക്വയർ കോൺസ്റ്റൻറ്റ് എടുക്കുന്ന പോലെ സെഡ് സ്ക്വയർ കോൺസ്റ്റൻറ്റ് വിചാരിക്കരുത്. സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ, സെഡിനുള്ളിൽ എക്സും വൈ ഒക്കെ ഉണ്ട്. അപ്പോൾ 2z എടുത്തിട്ട് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് എഴുതണം. അപ്പോൾ ഇവിടുന്ന് 2z ഡോ സെഡ് ബൈ ഡോ വൈ എന്തായിരിക്കും? -2y ഇപ്പുറത്തേക്ക് എടുത്താൽ. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ എന്തായിരിക്കും? -y ബൈ സെഡ് ആയിരിക്കും, ഇത് ഇപ്പുറത്തേക്ക് എടുത്താൽ. അപ്പോൾ ഇതാണ് സ്ലോപ്പ്. ഡോ സെഡ് ബൈ ഡോ വൈ ആണ് നമ്മുടെ സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പിൻ്റെ വൈ ഡയറക്ഷൻ അറ്റ് എവിടെയാണ്? 2/3 1/3 2/3 എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കിട്ടി, -y ബൈ സെഡ് കിട്ടി. വൈക്ക് ഇതും സെഡിന് ഇതും കൊടുക്കണം. അപ്പോൾ എഫ് വൈ ഓഫ് 2/3 1/3 2/3 എടുക്കുക. അപ്പോൾ അത് -1/3 വൈ ബൈ സെഡ് 2/3 എടുക്കുക. അപ്പോൾ മൈനസ് ഓഫ്. ഇതേപോലെ സ്ലോപ്പിൻ്റെ വൈ ഡയറക്ഷൻ അറ്റ് ഇതാണ് പറയുന്നതെങ്കിൽ വൈ 1/3 സെഡ് -2/3 എടുത്തിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ -1/3 ബൈ -2/3 ആൻസർ +1/2 ആയിരിക്കും. അപ്പോൾ ഇതിവിടെ ശ്രദ്ധിക്കണം, സെഡ് കോൺസ്റ്റൻറ്റ് പോലെ വിചാരിക്കരുതേ, സെഡ് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം കൂടി ഇവിടെ നോട്ട് ചെയ്തോളൂ. വേർ സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്. ദെർഫോർ എഫ് വൈ എന്ന് പറഞ്ഞാൽ സെഡ് വൈ ആണ്. സെഡ് വൈ എന്ന് പറഞ്ഞാൽ ഡോ സെഡ് ബൈ ഡോ വൈ. എഫ് ഐ ആണ് കാണേണ്ടത്, എഫ് ഐ അല്ലേ? എഫ് ഐ ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഓർക്കണം. അടുത്ത പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ് വിത്ത് മോർ ദാൻ 2 വേരിയബിൾ. നേരത്തെ ഫംഗ്ഷൻ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിളാണ്. ഇവിടെ 2-ലധികം, അപ്പോൾ 3 വേരിയബിൾ എന്ന് വെച്ചോ. അപ്പോൾ എക്സും വൈയും സെഡാണ് വേരിയബിൾസ്. അപ്പോൾ ഡബ്ല്യൂ എന്ന് എടുക്കുക ഫംഗ്ഷൻ, ഡബ്ല്യൂ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ ഡബ്ല്യൂന് വിത്ത് റെസ്പെക്ട് എക്സ്, ഡബ്ല്യൂന് വിത്ത് റെസ്പെക്ട് വൈ, ഡബ്ല്യൂന് വിത്ത് റെസ്പെക്ട് സെഡ് ഒക്കെ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാം. അതിനാണ് ഡബ്ല്യൂ എക്സ് ഡബ്ല്യൂ വൈ ഡബ്ല്യൂ സെഡ്, അല്ലെങ്കിൽ ഡോ ഡബ്ല്യൂ ബൈ ഡോ എക്സ്, അല്ലെങ്കിൽ ഡോ ഡബ്ല്യൂ ബൈ ഡോ വൈ ഡോ ഡബ്ല്യൂ ബൈ ഡോ സെഡ് എന്ന് പറയാം. ഡബ്ല്യൂ എഫ് അല്ലേ,
അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ സെറ്റ് പറയാം, അല്ലെങ്കിൽ എഫ് എക്സ് ചുരുക്കി എഴുതാം, എഫ് വൈ എഫ് സെറ്റ്. ഇതൊക്കെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സാണ് പറയാം. ഒരു പ്രാവശ്യം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നുള്ളൂ ഇതിനൊക്കെ. എന്നാൽ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് ഡബ്ല്യു എക്സ് എക്സ് ഇടുന്നത്. ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് സ്ക്വയർ 2 പ്രാവശ്യം. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സിന് ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കുക. മനസ്സിലായില്ലേ? അതാണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്, അല്ലെങ്കിൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എഫ് എക്സ് എക്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഡബ്ല്യു വൈ വൈ എന്ന് പറഞ്ഞാൽ വീണ്ടും വൈക്ക് അനുസരിച്ച് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഒന്ന് ചെയ്ത് കിട്ടിയ ആൻസർ വീണ്ടും ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ കാണാം. ആദ്യം ഡബ്ല്യൂന് വിത്ത് റെസ്പെക്ട് വൈ കാണും, അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ കിട്ടുക. പിന്നെ അത് ഒന്നുകൂടി വിത്ത് റെസ്പെക്ട് വൈ കാണും, അതാണ് വീണ്ടും അതിന് ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ വൈ സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയും. ഇതുപോലെ ഡബ്ല്യു എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡബ്ല്യു എക്സിനെ വിത്ത് റെസ്പെക്ട് വൈ എന്നാണ്. ഡബ്ല്യു എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എക്സ് കഴിഞ്ഞിട്ട് അതിനെ വിത്ത് റെസ്പെക്ട് വൈ, ഡബ്ല്യു എക്സിനെ വിത്ത് റെസ്പെക്ട് വൈയാ. ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ്, പിന്നെ വിത്ത് റെസ്പെക്ട് വൈ, അങ്ങനെയാണ് ഓർഡർ. അത് ശ്രദ്ധിക്കണം. ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ്, പിന്നെ വിത്ത് റെസ്പെക്ട് വൈ. അപ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എക്സ്, അതിനെ വിത്ത് റെസ്പെക്ട് വൈ, അതാണ്. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ആ തരത്തിൽ. അതുപോലെ ഇത് ആദ്യം വിത്ത് റെസ്പെക്ട് വൈ, പിന്നെ വിത്ത് റെസ്പെക്ട് എക്സ്, അതാണിത്. ആദ്യം വിത്ത് റെസ്പെക്ട് വൈ, പിന്നെ വിത്ത് ഓർഡർ നോക്കിയാൽ വൈ എക്സ്. ഇതിനൊക്കെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയും. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ എക്സിന് അനുസരിച്ച് വൈക്ക് അനുസരിച്ച് രണ്ടും ഉണ്ട് ഇതിൽ. അപ്പോൾ മിക്സഡ് എന്ന് പറയും, മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പറയും. ഇത് പക്ഷേ മിക്സഡ് അല്ല, ഒന്നിനനുസരിച്ച് എക്സിന് അനുസരിച്ച് മാത്രം 2 പ്രാവശ്യം, അല്ലെ വൈനനുസരിച്ച് മാത്രം 2 പ്രാവശ്യം. ഇതൊക്കെയാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതാണ് പഠിക്കേണ്ടത്. മിക്കവാറും പ്രോബ്ലം ഉണ്ടാവും, പരീക്ഷയ്ക്കുണ്ടാവും. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് വൈ സ്ക്വയർ സെഡ് റേസ്ഡ് 4 + 2 എക്സ് ക്യൂബ് പ്ലസ് സെഡ് ആണെന്ന് വിചാരിച്ചുള്ളൂ. പ്ലസ് സെഡ് ആണ്. ഫൈൻഡ് എഫ് എക്സ്, എഫ് വൈ, എഫ് സെഡ് അറ്റ് -1 1 2. ഓൾസോ ഫൈൻഡ് എഫ് എക്സ് എക്സ്, എഫ് എക്സ് വൈ, എഫ് വൈ എക്സ്, എഫ് വൈ സെഡ്, ഇതൊക്കെ കാണാൻ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഡോ എഫ് ബൈ ഡോ എക്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എഫ് ആണ് ഇതാണ്. വിത്ത് റെസ്പെക്ട് എക്സ് ആകുമ്പോൾ മനസ്സിലാക്കേണ്ടത് വൈ സ്ക്വയറും സെഡ് റേഷ്യോ 4 കോൺസ്റ്റൻറ്റ് പുറമെ എടുത്തു, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് കാണാം. അതാണ് ഇത് എഴുതി ഫസ്റ്റ് ടേം. അടുത്തതിൽ വിത്ത് റെസ്പെക്ട് എക്സ് ആയതുകൊണ്ട് 2y മാത്രം, ഇത് 2xy എന്നാണ്, 2x³ അല്ല 2xy. അപ്പോൾ 2y പുറമെ എടുക്കുക, വിത്ത് റെസ്പെക്ട് എക്സ് പറയാം, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ്. അടുത്തതിൽ ഡോ ബൈ ഡോ സെറ്റ് ഓഫ് സെഡ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ പോയിക്കോളും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വൈ സ്ക്വയർ സെഡ് റേഷ്യോ 4 × 3x² വരും. ഇവിടെ 2y × 1 വരും, 2y × 1 വരും, പ്ലസ് 0 വരും, 0 ഇത് സെറ്റിൻ്റെ 0. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ 3x² y² സെഡ് റേഷ്യോ 4 + 2y എന്ന് വരും, 2y. ഹിയർ y, z ആർ കോൺസ്റ്റൻറ്റ്. ഇത് ബൈയും സെറ്റാണ് ഇവിടെ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുന്നത്. അത് കിട്ടി. ഇനി എഫ് വൈ എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ വൈ ആണ്, വിത്ത് റെസ്പെക്ട് വൈ ആണ്. വിത്ത് റെസ്പെക്ട് വൈ ആകുമ്പോൾ എക്സ് ക്യൂബും സെഡ് റേഷ്യോ 4 കോൺസ്റ്റൻ്റാണ്, അത് പുറമെ എടുത്ത് പിന്നെ വൈ സ്ക്വയർ ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 2y എന്നിട്ട് അതാണ്. പ്ലസ് അടുത്ത ടേമിൽ 2xy ഇല്ലേ, വിത്ത് റെസ്പെക്ട് വൈ അല്ലേ, അപ്പോൾ 2x മൊത്തം കോൺസ്റ്റൻറ്റ്, വൈൻ്റെ ഡെറിവേറ്റീവ് 1, അതാണ് ഇവിടെ ഇട്ടത്. പിന്നെ സെഡ് കോൺസ്റ്റൻറ്റ്, ഡെറിവേറ്റീവ് 0, അങ്ങനെയാണ്. വിത്ത് റെസ്പെക്ട് വൈ ആകുമ്പോൾ നമ്മൾ എക്സും സെഡും കോൺസ്റ്റൻ്റ് ആക്കി വിചാരിക്കുന്നതാണ്, അപ്പോൾ ആൻസറായി. അതുപോലെ വിത്ത് റെസ്പെക്ട് സെഡ് ആകുമ്പോൾ എന്ത് ചെയ്യണം, എക്സും വൈയും കോൺസ്റ്റൻ്റ് ആക്കി വിചാരിക്കണം. അതുകൊണ്ട് എക്സ് ക്യൂബ് വൈ സ്ക്വയർ കോൺസ്റ്റൻറ്റ് പോലെ പുറമെ എടുത്തു, സെഡ് റേഷ്ഡ് 4ൻ്റെ ഡെറിവേറ്റീവ് 4 സെഡ് ക്യൂബ് എടുത്തു. അടുത്തതിൽ 2xy അല്ലേ, മൊത്തം കോൺസ്റ്റൻ്റ് ആയി, സെഡ് ഇല്ല, അപ്പോൾ അത് 0 ആയി. ഇതിൻ്റെ ഡെറിവേറ്റീവ് 1, സെഡിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് എഫ് സെഡ് കണ്ടിട്ട് എക്സിന് -1, വൈക്ക് 1, സെഡിന് 2 കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുത്ത ആൻസർ -31 കിട്ടും. ഓക്കെ, അടുത്തത് എഫ് എക്സ് എക്സ് ആണ്. എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് കാണാം. എഫ് എക്സ് കാണുക, അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വീണ്ടും കാണാം. എഫ് എക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സ് ഇതാണ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിനൊന്നുകൂടിയും ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് കാണാം. അപ്പോഴും 3y² പുറമെ എടുക്കാം, x² 2x. 3y² സെഡ് റേഷ്ഡ് 4 പുറമെ എടുക്കാം, 3y² സെഡ് റേഷ്ഡ് 4 പുറമെ എടുത്തു, വിത്ത് റെസ്പെക്ട് എക്സ് അല്ലേ, ബാക്കി x² 2x അതായത്. പിന്നെ ഇവിടെ വിത്ത് റെസ്പെക്ട് എക്സ് ആകുമ്പോൾ ഇതിൽ എക്സ് ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വിചാരിക്കും, ഡെറിവേറ്റീവ് 0, അങ്ങനെ ആൻസർ കിട്ടും.
ഇനി എഫ് എക്സ് വൈ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർഡർ നോക്കുക, ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ്, പിന്നെ വിത്ത് റെസ്പെക്ട് വൈ. അത് എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് വൈ, എഫ് എക്സ് വൈ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എക്സ്. അപ്പോൾ എഫ് എക്സ് ഇവിടെ ഉണ്ട്, അതിന് വിത്ത് റെസ്പെക്ട് വൈ ആ പറഞ്ഞ്. അപ്പോൾ 3x² സെറ്റ് റേസ് ഫോർ കോൺസ്റ്റൻറ്റ് വൈ സ്ക്വയറിന് 2y, അതാണ് ഇവിടുത്തെ. അടുത്ത വിത്ത് റെസ്പെക്ട് വൈ ആവുമ്പോൾ 2yൻ്റെത് 2 × 1, 2 × 1, അതവിടെ 2 × 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറായി. അതുപോലെ എഫ് വൈ എക്സ് ആ പറയുന്നതെങ്കിൽ എഫ് വൈ എക്സ് കണ്ടോ, എഫ് വൈ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് വൈ. എഫ് വൈ എന്താണെന്ന് നമുക്കറിയാം, ഇതാണ് എഫ് വൈ. നേരത്തെ കണ്ടിച്ചു വിത്ത് റെസ്പെക്ട് എക്സ് കാണാം. വിത്ത് റെസ്പെക്ട് എക്സ് ആകുമ്പോൾ വൈയും സെഡും ഒക്കെ കോൺസ്റ്റൻ്റാണ്. വൈ സെഡ് റേസ് ഫോറും 2 ഒക്കെ പുറമെ എടുക്കുക. x³ 3x². പിന്നെ ഇവിടെ 2 × എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി എഫ് വൈ സെറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എഫ് വൈനെ വിത്ത് റെസ്പെക്ട് സെറ്റ്, അല്ലെങ്കിൽ ഡോ ബൈ ഡോ സെറ്റ് ഓഫ് എഫ് വൈ. എഫ് വൈ എന്നുള്ളത് നമ്മൾക്ക് ഇത് കിട്ടിയിരുന്നത് എഫ് വൈ, അതിനായിട്ട് വിത്ത് റെസ്പെക്ട് സെഡാണ്. സെഡാകുമ്പോൾ എക്സും വൈ ആ കോൺസ്റ്റൻറ്റ്. 2x³ വൈ പുറമെ എടുക്കും. സെഡ് റേസ് 4ൻ്റെ 4z³ ഉണ്ടാവും, അതാണ്. പിന്നെ ഇവിടെ സെഡ് ഇല്ലാത്തതുകൊണ്ട് ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് വിചാരിക്കണം. അപ്പോൾ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസറായി. ഓക്കെ, ഇങ്ങനെയാണ് പോകേണ്ടത്. ഇനി എക്സും വൈയും സെഡ് തന്നെ വരണമെന്നൊന്നുമില്ല. കണ്ടോ, ഇവിടെ റോയും തീറ്റയും ഫൈ ആണ്. എക്സ് വൈ സെറ്റിന് പകരം നമ്മൾ റോ ഫൈ തീറ്റ, അങ്ങനെ ഒരു ഫംഗ്ഷൻ, റോ സ്ക്വയർ കോസ് ഫൈ സൈൻ തീറ്റ എന്ന് തോന്നുന്നു. അപ്പോൾ അതിനാണ് എഫ് റോ എഫ് തീറ്റ എഫ് ഫൈ കാണണമെങ്കിൽ എഫ് റോ എന്ന് പറഞ്ഞാൽ ഡോ എഫ് ഫൈ ഡോ റോ എന്നാണ്. ഇതിന് വിത്ത് റെസ്പെക്ട് റോ ആ. അപ്പോൾ ബാക്കി രണ്ടും കോൺസ്റ്റൻറ്റ്, കോസ് ഫൈ സൈൻ തീറ്റ കോൺസ്റ്റൻ്റ് ആക്കി എടുത്തിട്ട് റോ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ 2 റോ വരില്ലേ. അപ്പോൾ അത് മൊത്തത്തിൽ ആൻസർ 2 റോ കോസ് ഫൈ സൈൻ തീറ്റ. ഇനി എഫ് തീറ്റ കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ഡോ എഫ് ബൈ ഡോ തീറ്റ എന്നാണ്. ഡോ എഫ് ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ തീറ്റ ഉണ്ടാവും, ബാക്കി റോ സ്ക്വയർ കോസ് ഫൈ കോൺസ്റ്റൻ്റാണ്. സൈൻ തീറ്റ ഡെറിവേറ്റീവ് ഉണ്ടാവും അല്ലേ, സൈൻ തീറ്റ ഡെറിവേറ്റീവ് ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഉണ്ടാവും. സൈൻ തീറ്റൻ്റെ കോസ് തീറ്റയാണ്. അപ്പോൾ അങ്ങനെ എഴുതാം. അതുപോലെ എഫ് ഫൈ എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ ഫൈ ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ഫൈ ആണ്. അപ്പോൾ റോ സ്ക്വയറും സൈൻ തീറ്റയൊക്കെ കോൺസ്റ്റൻ്റാണ്, റോയും തീറ്റയൊക്കെ കോൺസ്റ്റൻ്റ്. അപ്പോൾ റോ സ്ക്വയർ സൈൻ തീറ്റ പുറമെ എടുത്ത് കോസ് ഫൈൻ്റെ ഡെറിവേറ്റീവ് പറയേണ്ടത്. ഡോ ബൈ ഡോ ഫൈ ഓഫ് കോസ് ഫൈ. കോസ് ഫൈൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഫൈ അല്ലേ, മൈനസ് സൈൻ. അങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ x² y³ + x⁴y. എല്ലാ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കാണാൻ. അപ്പോൾ ഇതൊക്കെ കാണണം. സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ എഫ് എക്സ് എക്സ് എഫ് വൈ വൈ കാണണം, എഫ് എക്സ് വൈ കാണണം, എഫ് വൈ എക്സും കാണണം. അങ്ങനെ 4 എണ്ണം കാണണം നമുക്ക്. ഈ 4 എണ്ണം കാണാൻ എഫ് എക്സ് വൈ പെട്ടെന്ന് കാണാൻ പറ്റില്ല. ആദ്യം എഫ് എക്സും എഫ് വൈയും കണ്ടുവെക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതിനാണ് എഫ് എക്സ് ആദ്യം കാണുന്നത്. എഫ് എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് പറയുമ്പോൾ y³ കോൺസ്റ്റൻ്റ് ആണ്, x² 2x, പിന്നെ y കോൺസ്റ്റൻ്റ് ആണ്, x⁴ 4x³. അങ്ങനെയാണ് ഈ ആൻസറിലെത്തും. പിന്നെ എഫ് വൈ എന്ന് പറയുന്നത് ഇതിന് വിത്ത് റെസ്പെക്ട് y ആകുമ്പോൾ x² കോൺസ്റ്റൻറ്റ്, y³ 3y², x⁴ കോൺസ്റ്റൻറ്റ് y-ൻ്റെ 1. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ എഫ് എക്സ് എഫ് വൈ ആയി. ഇനി എഫ് എക്സ് എസ് പറഞ്ഞാൽ എഫ് എക്സിന് ഒന്നുകൂടി വിത്ത് റെസ്പെക്ട് എക്സ്. എഫ് എക്സ് ഇവിടെ ഉണ്ട്, അതിന് വിത്ത് റെസ്പെക്ട് എക്സ് ഒന്നുകൂടി. അപ്പോൾ 2y³ കോൺസ്റ്റൻറ്റ് എക്സിൻ്റെ 1, 4y കോൺസ്റ്റൻറ്റ് x³ 3x². അങ്ങനെ ആൻസർ കിട്ടി. എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് വൈ ആണ്. ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് വൈ, എഫ് വൈനെ വിത്ത് റെസ്പെക്ട് y ആണ്. അപ്പോൾ 3y² കോൺസ്റ്റൻറ്റ് y² 2y കേട്ടോ, 3x² 2y. പിന്നെ x⁴ വിത്ത് റെസ്പെക്ട് y എന്ന് പറഞ്ഞാൽ 0, x⁴ കോൺസ്റ്റൻ്റ് അല്ലേ, വിത്ത് റെസ്പെക്ട് y ആകുമ്പോൾ 0. അങ്ങനെ വന്നു. അപ്പോൾ ആൻസറായി. ഇനി നമുക്ക് കാണുന്നത് എഫ് എക്സ് വൈയും എഫ് വൈ എക്സാണ്. എഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് വൈ, അതായത് ഈ എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് വൈ, ഡോ ബൈ ഡോ എഫ് എഫ് എക്സ്. ഈ ഓർഡർ അങ്ങനെ തന്നെ, എഫ് എക്സിനെ വൈ, എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് വൈ. ഓക്കെ, ഡോ ബൈ ഡോ എഫ് എഫ് എക്സ്. എഫ് എക്സ് ഇവിടെ ഉണ്ട്, അതിന് വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റീവ് എഴുതാം. അതുപോലെ എഫ് വൈ എക്സ് പറഞ്ഞാൽ എഫ് വൈനെ വിത്ത് റെസ്പെക്ട് എക്സ്. ശരി, എഫ് വൈനെ ഡോ ബൈ ഡോ എക്സ് കാണാം. ഇത് രണ്ടും ഒരേ ആൻസർ ആയിരിക്കും. മിക്കവാറും പ്രോബ്ലമൊക്കെ ഇത് രണ്ടും സെയിം ആയിരിക്കും. എഫ് എക്സ് വൈയും എഫ് വൈ എക്സും സെയിം ആയിരിക്കും, ഒരേ ആൻസർ ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു y² e⁻x + y ആണെങ്കിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് എഫ് എക്സ് വൈ വൈ, എഫ് വൈ എക്സ് വൈ, എഫ് വൈ വൈ എക്സ്. അപ്പോൾ എന്തായാലും നമ്മൾ എഫ് എക്സ് എഫ് വൈയും കാണണം. എഫ് എക്സ് എഫ് വൈ എന്തായാലും കാണണം. എഫ് എക്സ് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് എക്സ് ആകുമ്പോൾ y² കോൺസ്റ്റൻറ്റ് e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെ വിത്ത് റെസ്പെക്ട് എക്സ് ആകുമ്പോൾ y കോൺസ്റ്റൻറ്റ് 0. അപ്പോൾ ഇങ്ങനെ വരും. എഫ് വൈ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് y ആണ് ഇതിനെ. അപ്പോൾ e⁻x കോൺസ്റ്റൻറ്റ് y² 2y, പിന്നെ y ൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 2 e⁻x by 1. ഇത് രണ്ടും കിട്ടി, എഫ് എക്സ് എഫ് വൈ കിട്ടി.
ഇനി എഫ് എക്സ് വൈ വൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓർഡർ എങ്ങനെയാണ്? എഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്റ്റ് വൈ ഉണ്ടോ? എഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്റ്റ് വൈ, അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എക്സ് വൈ. വീണ്ടും എഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എക്സിനെ വിത്ത് റെസ്പെക്റ്റ് വൈ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എക്സ്. അപ്പോൾ ഇത് ഈ ആൻസർ ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എക്സ് കാണുക, അതിനെ വീണ്ടും ഡോ ബൈ ഡോ വൈ കാണും. ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എക്സ് നമുക്ക് കാണാം. എഫ് എക്സ് ഇവിടെ ഉണ്ട്, വൈ സ്ക്വയർ ഇ റേസ്റ്റ് എക്സ് ആണ്. അതിനെ വിത്ത് റെസ്പെക്റ്റ് വൈ എന്തായിരിക്കും ആൻസർ? ഇ റേസ്റ്റ് എക്സിൻ്റെ 2y ആയിരിക്കും. ഇ റേസ്റ്റ് എക്സിൻ്റെ 2y. ഇനി അതിനെ വിത്ത് റെസ്പെക്റ്റ് വൈ വീണ്ടും ആകുമ്പോൾ 2 ഇ റേസ്റ്റ് എക്സ് കോൺസ്റ്റൻറ്റ് വൈൻ്റെ 1, അങ്ങനെ 2 ഇ റേസ്റ്റ് എക്സ്. ഇതാണ്. ഇനി എഫ് വൈ എക്സ് വൈ എന്ന് പറയുമ്പോൾ എഫ് വൈ എക്സിനെ വിത്ത് റെസ്പെക്റ്റ് വൈ, അപ്പോൾ എഫ് വൈ എക്സിനെ വിത്ത് റെസ്പെക്റ്റ് വൈ ആണ്. ഇനി എഫ് വൈ എക്സ് എന്താ? എഫ് വൈനെ വിത്ത് റെസ്പെക്റ്റ് എക്സ്, അത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് വൈ ഉണ്ടോ? ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് വൈ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാദ്യം കാണണം, ഇതിൻ്റെ ഇത് ഇങ്ങനെ കാണണം. അപ്പോൾ എഫ് ഐ നമുക്കറിയാം 2 ഇ റേസ്റ്റ് എക്സ് വൈ പ്ലസ് 1 ആണ്. അതിനെ വിത്ത് റെസ്പെക്റ്റ് എക്സ് ആദ്യം കാണണം. അങ്ങനെ കാണുമ്പോൾ 2y കോൺസ്റ്റൻറ്റ് ഇ റേസ്റ്റ് എക്സിൻ്റെ ഇ റേസ്റ്റ് എക്സ് തന്നെയാണ് അല്ലേ? ഇ റേസ്റ്റ് എക്സ് തന്നെയാണ്. അപ്പോൾ 2y ഇ റേസ്റ്റ് എക്സ് എന്ന് ഒരു ആൻസർ 1ൻ്റെ സൂറാണ്. ഇനി വിത്ത് റെസ്പെക്റ്റ് വൈ പറയുമ്പോൾ 2 ഇ റേസ്റ്റ് എക്സ് കോൺസ്റ്റൻറ്റ് വൈൻ്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ 2 ഇ റേസ്റ്റ് എക്സ്. ഇനി ലാസ്റ്റ് എഫ് വൈ വൈ എക്സ് പറയുമ്പോൾ ഇങ്ങനെ തന്നെ എഫ് വൈ വൈ കണ്ടിട്ട് അതിന് വിത്ത് റെസ്പെക്റ്റ് എക്സ്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് വൈ വൈ എന്നാണ്. എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ എഫ് വൈനെ ഒന്നുകൂടി ഡെറിവേറ്റീവ് ആണ് ഡോ ബൈ ഡോ വൈ. അങ്ങനെ കണ്ട് ആൻസർ 2 ഇ റേസ്റ്റ് എക്സ് കിട്ടും. ഓക്കെ. ഇനി ഒരു റിസൾട്ട് ഉണ്ട്. എഫ് ബി എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ഇഫ് എഫ് എക്സ് വൈ ആൻഡ് വൈ എക്സ് ആർ കണ്ടിന്യൂസ് ഓൺ സം ഓപ്പൺ ഡിസ്ക്. രണ്ട് ഫംഗ്ഷൻ എഫ് എക്സ് വൈ എഫ് വൈ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടു, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും ഓൺ ദാറ്റ് ഡിസ്ക്. എന്താ അപ്പോൾ എക്സാമ്പിൾ നമ്മൾ കണ്ട കാര്യമാണ് പറയുന്നത്. ഈ തൊട്ട് മുന്നേയുള്ള എക്സാമ്പിൾ എടുത്തിട്ട് എഫ് എക്സ് വൈ എടുത്തിട്ട് നമ്മളതിൻ്റെ എഫ് എക്സ് എഫ് ഐ കണ്ടിട്ട് എഫ് എക്സ് വൈയും എഫ് ഐ എക്സും സെപ്പറേറ്റ് കണ്ടുവെക്കുക. രണ്ടും ഒരേ ആൻസർ ആയിരിക്കും എന്നുള്ളതൊരു വെരിഫിക്കേഷനാണ് ഇവിടെ ഈ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി തൽക്കാലം. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക, വർക്കൗട്ട് ചെയ്യുക. എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നത് അത്രയും നമുക്ക് കൂടുതൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എളുപ്പമാണ്, ലിമിറ്റ്സിൻ്റെ ചില പ്രോബ്ലംസ് എളുപ്പമാണ്. ഓക്കെ. പിന്നെ ഡൊമൈൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡൊമൈൻ, ഗ്രാഫ്, ലെവൽ സെറ്റ്, ലെവൽ സർഫസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.